ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് വിജയബേരി സീരീസ് ടെസ്റ്റ് പാർട്ട് 1 കോഡ് ബിയുടെ വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. കോഡ് എയുടെ അതേ രീതിയിൽ തന്നെ മാക്സിമം സ്കോർ 40, ടൈം 1 മണിക്കൂർ 30 മിനിറ്റ്, അതിൽ 10 മിനിറ്റ് കൂൾ ഓഫ് ടൈം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 3 സ്കോർ വീതം. 6 മുതൽ 10 വരെയുള്ള 5 ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 4 സ്കോർ വീതം. 11 മുതൽ 13 വരെയുള്ള 3 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 6 സ്കോർ വീതം. നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ഷോ ദാറ്റ് ദ റിലേഷൻ ക്യാപിറ്റൽ ആർ ഇൻ ദ സെറ്റ് 1 2 3 given by capital R equal to set ordered pair 1 2 2 1 is symmetric but neither reflexive nor transitive. ഈ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലക്സീവ് അല്ല എന്നും ട്രാൻസിറ്റീവ് അല്ല എന്നും സിമെട്രിക് ആണ് എന്നുമാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് 1 2 3 ആണ്. അതുകൊണ്ട് തന്നെ റിഫ്ലക്സീവ് ആകണമെങ്കിൽ 1 1 2 2 3 3 ഈ 3 പെയർ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇവിടെ അങ്ങനെയുള്ള ഒരു പെയർ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ റിഫ്ലക്സീവ് അല്ല. നമുക്കത് കാരണമായിട്ട് എഴുതാനുള്ളത് റിഫ്ലക്സീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ എല്ലാ എലമെൻറ്റും ശരിയാകണം. എന്നാൽ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അല്ലാത്ത ഒരു എലമെൻറ്റ് ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരിക്കും. അതുകൊണ്ട് തന്നെ നാം ഇവിടെ ആൻസർ ആയിട്ട് എഴുതുന്നത് 1 1 എന്ന ഓർഡേർഡ് പെയർ ക്യാപിറ്റൽ ആറിൽ ഇല്ല. അതുകൊണ്ട് R is not reflexive. R is not reflexive. ഇനി സിമെട്രിക് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സിമെട്രിക് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ജനറൽ കേസിനെയാണ് നാം ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. എ ബി എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് ബി എ എലമെൻറ്റ് ഓഫ് ആർ. ഇവിടെ 1 2 എന്ന പെയർ ആറിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 2 1 എന്ന പെയർ കൂടി ക്യാപിറ്റൽ ആറിലുണ്ട്. തിരിച്ച് 2 1 എന്ന പെയർ ആറിലുണ്ടെങ്കിൽ 1 2 എന്ന പെയറും ഉണ്ട്. അതുകൊണ്ട് ജനറലായിട്ട് എ ബി എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് ബി എ എലമെൻറ്റ് ഓഫ് ആർ എന്നുകൂടി ഇവിടെ പറയാവുന്നതാണ്. അതുകൊണ്ട് ആർ ഈസ് സിമെട്രിക്. ആർ ഒരു സിമെട്രിക് റിലേഷനാണ്. ഇവിടെ ട്രാൻസിറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ അല്ലാത്ത ഒരു എക്സാമ്പിളാണ് നാം ഇവിടെ കണ്ടെത്തുന്നത്. 1 2 എലമെൻറ്റ് ഓഫ് ആർ, അതിൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 1 എന്ന പെയർ ആറിലുണ്ട്. എന്നാൽ ഇതിൻ്റെ കൺക്ലൂഷൻ 1 1 എന്ന പെയറാണ് വേണ്ടത്. എന്നാൽ 1 1 എന്ന പെയർ ആറിൽ ഇല്ല. തിരിച്ച് 2 1 എലമെൻറ്റ് ഓഫ് ആർ 1 2 എലമെൻറ്റ് ഓഫ് ആർ ആണെങ്കിൽ 2 2 എന്ന പെയറാണ് അതിൻ്റെ കൺക്ലൂഷനായിട്ട് വരുന്നത്. 2 2 നോട്ട് എലമെൻറ്റ് ഓഫ് ആർ. അതുകൊണ്ട് ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് എഴുതാനുള്ളത്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. റൈറ്റ് ദ നെയിം ഓഫ് ദ ഗ്രാഫ് ഓഫ് ദ ഫങ്ഷൻ. കൂടാതെ ഇതിൻ്റെ ഡൊമൈനും റേഞ്ചുമാണ് എഴുതാനുള്ളത്. ഇവിടെ ആദ്യ പാർട്ട് അതിൻ്റെ നെയിം എഴുതാനാണ്. നമുക്കറിയാം ഈ ഫിഗർ കാണുമ്പോൾ തന്നെ -1 മുതൽ +1 വരെയാണ് വാരി ചെയ്യുന്നത്. -π/2 മുതൽ +π/2 വരെ. അതായത് ഈ പോയിൻ്റ് 1, π/2. ഈ പോയിൻ്റ് -1 -π/2. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിൻ്റെ ഡൊമൈനായിട്ട് വരുന്നത് ഡൊമൈൻ ഈക്വൽ ടു -1 1, ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. കൂടാതെ നമുക്കിനി വേണ്ടത് ഇതിൻ്റെ റേഞ്ചാണ്. റേഞ്ച് എന്നുള്ളത് -π/2 മുതൽ +π/2 വരെ. അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2. ഇതാണ്
ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് എഴുതാനുള്ളത്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ക്യാപിറ്റൽ എ ബി എ നോൺ സിംഗുലർ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 3/3 ദെൻ ഡിറ്റർമിനൻറ്റ് അഡ്ജോയിൻ്റ് എ. വളരെ ക്ലിയർ ആണ്. n/n ഓർഡർ ആണെങ്കിൽ നമുക്കറിയാം പവർ n-1 ആയിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് ഓപ്ഷനാണ് ഇവിടുത്തെ ശരിയായ ആൻസർ. ദെൻ അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് ഡിറ്റർമിനൻ്റ് തന്നിട്ടുണ്ട്. അതിൽ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കാണാനുള്ളത്. അതായത് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്താൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് 18 ഇൻറ്റു 2 36 ഈക്വൽ ടു 6 ഇൻറ്റു 6 36 മൈനസ് 18 ഇൻറ്റു 2 36. മെയിൻ ഡയഗണലിൻ്റെ പ്രോഡക്റ്റ് മൈനസ് സബ് ഡയഗണലിൻ്റെ പ്രോഡക്റ്റ്. അതായത് എക്സ് സ്ക്വയർ മൈനസ് 36 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ ഈക്വൽ ടു 36. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 36 ദാറ്റ് ഈസ് 6. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 6. ദെൻ മറ്റൊരു ചോദ്യം, എക്സാമിൻ വെദർ ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 if x less than or equal to 1, x square plus 1 if x greater than 1. ഇത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂം ഈക്വൽ ആയിരിക്കണം. നാം ഇവിടെ 1 എന്ന പോയിന്റിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് ലെഫ്റ്റ് ലിമിറ്റ് ഓഫ് 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സ് പ്ലസ് 1. എക്സിന് 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് 1 ലെഫ്റ്റ് ലിമിറ്റ് 2 ആണ് ലഭിക്കുന്നത്. ഇനി ഇതേ രീതിയിൽ റൈറ്റ് ലിമിറ്റ് കാണുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. എക്സിന് 1 കൊടുത്താൽ 1 സ്ക്വയർ പ്ലസ് 1 ദാറ്റ് ഈസ് 1 പ്ലസ് 1 2. കൂടാതെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് എഫ് ഓഫ് എക്സ് അതായത് എഫ് ഓഫ് 1ൻ്റെ വാല്യൂ കാണുമ്പോഴും നമുക്ക് കിട്ടുക 1 പ്ലസ് 1 ആണ് 2 ആണ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂ എല്ലാം 2 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്. അതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1 എല്ലാം 2നോട് ഈക്വൽ ആണ്. അതുകൊണ്ട് 1 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എഴുതേണ്ടത് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന പോയിന്റിലാണ് നാം ഇവിടെ ടെസ്റ്റ് ചെയ്തത്. അല്ലാത്ത എല്ലാ ഇടങ്ങളിലും ഇതൊരു പോളിനോമിയലാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ഗ്രേറ്റർ ദാൻ 1 മറ്റൊരു പോളിനോമിയലാണ്. രണ്ടും കണ്ടിന്യൂസ് ആണ്. 1 എന്ന പോയിന്റിൽ മാത്രമേ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് ഇൻ ജനറൽ നമുക്ക് ഇങ്ങനെ കൂടി പറയാം, എഫ് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. Then അടുത്ത question number 5. Find the intervals in which the following functions are strictly increasing or decreasing. നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടു നോക്കാം. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ 2x, 2xൻ്റെ ഡെറിവേറ്റീവ് 2. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0നോട് ഇക്വേറ്റ് ചെയ്യുന്നു. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് 2x plus 2 equal to 0 implies 2x equal to minus 2 or x equal to
-1, എക്സ് ഈക്വൽ ടു -1. അതുകൊണ്ട് നമുക്ക് ഈ റിയൽ ലൈനിനെ ഒരു പോയിൻ്റ് 2 ഇൻ്റർവലായിട്ട് ഭാഗിക്കുന്നു. അതായത് -1, -∞, -1, -1 ഇൻഫിനിറ്റി എന്ന ഇൻ്റർവലായിട്ട്. ആ ഇൻ്റർവലിലെ ഒരു പോയിൻ്റ്, ഏറ്റവും എളുപ്പമുള്ള ഒരു പോയിൻ്റായ 0 എന്നുള്ളത് -1 ഇൻഫിനിറ്റി എന്ന രണ്ടാമത്തെ ഭാഗത്ത് വരുന്ന, റൈറ്റ് സൈഡിൽ ഭാഗത്ത് വരുന്ന ഇൻ്റർവെല്ലിലാണ്. ആ ഭാഗത്തുള്ള വാല്യൂ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. f'0 നമുക്കിതിൽ കൊടുത്താൽ ഈക്വൽ ടു 2, അതായത് ഗ്രേറ്റർ ദാൻ 0. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, f'(x) എന്നുള്ളത് f'(x) ഗ്രേറ്റർ ദാൻ 0 ഓൺ ദ ഇൻ്റർവെൽ -1 ഇൻഫിനിറ്റി. കൂടാതെ f'(x) ലെസ് ദാൻ 0 ഓൺ -∞ -1. അതിൻ്റെ അർത്ഥം f of x is increasing on ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈ ഭാഗത്ത് ഗ്രേറ്റർ ദാൻ 0 ആണ്, -1 ഇൻഫിനിറ്റിയിലായിരിക്കും 0 എന്ന ഇൻ്റർവെൽ വരിക. ആ ഭാഗത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. അതുകൊണ്ട് ആ ഇൻ്റർവെല്ലിൽ ഫങ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും, ഈസ് ഇൻക്രീസിങ്. f of x ഈസ് ഇൻക്രീസിങ് ഓൺ -1 ഇൻഫിനിറ്റി. കൂടാതെ f of x ഈസ് ഡിക്രീസിങ് ഓൺ -∞ -1. ഇതവിടെ 3 മാർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ദെൻ 4 മാർക്കിൻ്റെ 4 ചോദ്യം. അതിൽ ആദ്യത്തെ 6ാമത്തെ കോസ് ഇൻവേഴ്സ് കോസ് 7π/6. നമുക്കറിയാം, കോസിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി നേരിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത്. കാരണം കോസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0π ആണ്. 0πയിൽ വരുന്ന വാല്യൂ അല്ല 7π/6. അതുകൊണ്ട് നേരിട്ട് കോസ് ഇൻവേഴ്സ് രണ്ടും കൂടി ക്യാൻസൽ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. കോസ് ഇൻവേഴ്സ് കോസ് 7π/6. ഇത് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് 2π - x ആണ്. കോസ് ഇൻവേഴ്സ് കോസ് 2π - 7π/6. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ കോസ് ഇൻവേഴ്സ് കോസ് 5π/6. 5π/6 എന്നത് 150 ഡിഗ്രി. 0 മുതൽ 180 വരെയുടെ ഉള്ളിലാണ് 5π/6 വരിക. കോസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0π ആണ്. അതുകൊണ്ട് നേരിട്ട് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആൻസർ വരിക 5π/6. അതായത് ഓപ്ഷൻ നമ്പർ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ദെൻ ഇതിൽ അടുത്തൊരു ചോദ്യമുള്ളത്, ഷോ ദാറ്റ് sin inverse 3 sin inverse x equal to sin inverse 3x minus 4x cube. ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടതുണ്ട്. പുട്ട് x equal to sin theta. അവിടെ തന്നെ നമുക്ക് എഴുതാം theta equal to sin inverse x. ദെൻ RHSൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. sin inverse 3x minus 4x cube equal to sin inverse വാല്യൂ കൊടുത്താൽ 3 sin theta minus 4 sin cube theta equal to sin inverse
sin 3 തീറ്റ. sin 3 തീറ്റയുടെ ഫോർമുലയാണ് 3 sin തീറ്റ മൈനസ് 4 sin ക്യൂബ് തീറ്റ, അതായത് 3 തീറ്റ. 3 തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ്. നമുക്ക് ആൻസർ കിട്ടി RHS LHS. RHS സ്റ്റാർട്ട് ചെയ്ത് LHSലേക്ക് എത്തി. ദെൻ ഏഴാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് കിട്ടിയത് 2x പ്ലസ് 3y ഒരു മാട്രിക്സ്, 3x പ്ലസ് 2y മറ്റൊരു മാട്രിക്സും. രണ്ടിൻ്റെയും കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്ത് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെയാണ് നാം ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ആദ്യത്തെ ഇക്വേഷനെ നമുക്ക് 3 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 6x പ്ലസ് 9y 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ മാട്രിക്സിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരിക്കും. 6 9 12 0. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി ഈ രണ്ടാമത്തെ 3x പ്ലസ് 2y ആ സെറ്റിനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് 6x പ്ലസ് 4y. 6x പ്ലസ് 4y ഈക്വൽ ടു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2 കൊണ്ടാണ്. അപ്പോൾ 4 മൈനസ് 4 മൈനസ് 2 10. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. ഇനി ഇതിൽ 1 മൈനസ് 2, ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ 2 സബ്ട്രാക്റ്റ് ചെയ്താൽ എന്താണ് ലഭിക്കുക എന്ന് നോക്കാം. 6x മൈനസ് 6x ക്യാൻസൽ ചെയ്തു, 9y മൈനസ് 4y, അതായത് 5y ഈക്വൽ ടു, മാട്രിക്സ് സബ്ട്രാക്റ്റ് ചെയ്താൽ മതി, 6 മൈനസ് 4 2. അതേ രീതിയിൽ ഓരോ എലമെൻറ്റും നാം സബ്ട്രാക്റ്റ് ചെയ്യുന്നു. 9 മൈനസ് മൈനസ് 4 ദാറ്റ് ഈസ് 13. ദെൻ 14 മൈനസ് 10, അതായത് y ഈക്വൽ ടു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1/5 ഇൻറ്റു 2 13 14 മൈനസ് 10. ഇനി ഇതേ രീതിയിൽ തന്നെ കോയിഫിഷ്യൻ്റ് ഇപ്പോൾ എക്സ് ഒരേപോലെയാക്കി, ഇനി അടുത്ത് നാം y ഒരുപോലെയാക്കിയാൽ മതിയായിരിക്കും. അതായത് 4x പ്ലസ് 6y ഈക്വൽ ടു, ആദ്യത്തേനെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 4 6 8 0 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ദെൻ 9x പ്ലസ് 6y. ഇപ്പോൾ കോയിഫിഷ്യൻ്റ് y ആണ് ഒരേപോലെ ആക്കി മാറ്റിയത്. 6 മൈനസ് 6 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, മൈനസ് 3 15. ഇതിനെ നാം ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുന്നു. ദെൻ 4 മൈനസ് 3 ആണ് നന്നായിരിക്കുക. ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 3 ഇംപ്ലൈസ് ഇതേ രീതിയിൽ 5x ഈക്വൽ ടു, 5x ഈക്വൽ ടു സബ്ട്രാക്റ്റ് ചെയ്താൽ 2 മൈനസ് 12 ദെൻ മൈനസ് 11 15. നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ് 5x. അതായത് x ഈക്വൽ ടു ഈ കിട്ടിയ മാട്രിക്സിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 1/5 ഇൻറ്റു 2 മൈനസ് 12 മൈനസ് 11 15. എക്സും വൈയും. ഫൈൻഡ് എക്സ് ആൻഡ് വൈ, ഇതാണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. ദെൻ എട്ടാമത്തെ ചോദ്യം.
ഇഫ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. നമ്മളിവിടെ ചെയ്യുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ്. പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. തന്നിരിക്കുന്ന y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. വാല്യൂ കൊടുത്താൽ സൈൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡയറക്റ്റായിട്ട് വാല്യൂ കൊടുക്കുന്നു ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്, ഇതിന് കോസ് 2 തീറ്റയുടെ ഫോർമുലയാണ്. കോസ് 2 തീറ്റ. നമുക്കിവിടെ സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ ഇവിടെ സൈനാണ് വേണ്ടത്. രണ്ടും ഒരേ രീതിയിൽ എത്തിക്കുകയാണ് ആവശ്യം. സൈൻ ഇൻവേഴ്സ് മാറ്റുന്നതിനേക്കാൾ എളുപ്പം ഈ കോസ് 2 തീറ്റ എന്നുള്ളതിനെ ഇൻ ടേംസ് ഓഫ് സൈൻ ആക്കി മാറ്റുന്നു. അതായത് സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 2 മൈനസ് 2 തീറ്റ, പൈ ബൈ 2 മൈനസ് 2 തീറ്റ. അതായത് സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിനെ പൈ ബൈ 2 മൈനസ് തീറ്റ എന്നാക്കി മാറ്റിയാൽ മതിയായിരിക്കും. പൈ ബൈ 2 മൈനസ് 2 തീറ്റ. ഇപ്പോഴും ഡെറിവേറ്റീവ് കണ്ടിട്ടില്ല, y തന്നെയാണ്. ദെൻ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇതാണ് ഇവിടെ കാണുന്നത്. ഇതിനെ നമുക്ക് ഇനിയും മാറ്റാം. പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞ ടാൻ ഇൻവേഴ്സ് എക്സ്. ഇപ്പോഴും y തന്നെയാണ്. ഡെറിവേറ്റീവ് കാണുമ്പോൾ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, 0 ആണ്. 2 ടാൻ ഇൻവേഴ്സിൻ്റെ ഇവിടെ മൈനസ് 2 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഈ അവസാന സ്റ്റെപ്പിൽ മാത്രമാണ് ഡെറിവേറ്റീവ് കണ്ടിട്ടുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. എ ലാഡർ 5 meter long is leaning against a wall. The bottom of the ladder is pulled along the ground away from the wall at the rate of 2 centimeter per second. How fast is its height on the wall decreasing when the foot of the ladder is 4 meter away from the wall? 5 meter ലെങ്ത് ഉള്ള ഒരു ലാഡർ ഒരു ചുമരിൽ ചാരി വച്ചിരിക്കുന്നു. അതിനെ 2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന തോതിൽ എവേ ഫ്രം ദ വാൾ ചുമരിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലിക്കുന്നു. എന്നാൽ 4 സെൻറ്റിമീറ്ററാണ് ലേഡറിൻ്റെ ഹൈറ്റ് വരുന്ന സമയത്ത് ബേസ് ഫുട്ട് ഓഫ് ദ ലേഡർ ഫ്രം ദ വാൾ ചുമരിൽ നിന്ന് ലേഡറിലേക്കുള്ള ലെങ്ത്ത് 4 മീറ്റർ 4 മീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും, ഏത് തോതിലാണ് അതിൻ്റെ ഹൈറ്റ് ഓഫ് ദ വാൾ ഡിക്രീസിങ്? ഇതാണ് നമുക്ക് ചോദ്യം. നമുക്കതിന് വേണ്ടിയിട്ട് ഒരു ഫിഗർ ഒന്ന് വരയ്ക്കാം. ലാഡർ ചാരി വെച്ചിരിക്കുന്നു. ലാഡറിന് നമുക്ക് എൽ എന്ന് പേര് കൊടുക്കാം. കൂടാതെ ഇത് ബേസാണ്, ബി കൊടുക്കാം. എച്ച് ഇവിടെ എ ബി ആണ് ലാഡർ. സി ഇവിടെ ഹൈറ്റ് പെർപെൻഡിക്കുലറായിട്ടും കാണിക്കാം. കൂടാതെ ഇവിടെ 2 ലെങ്ത്ത് 5 ആണെന്ന് തന്നിട്ടുണ്ട്. കൂടാതെ ഇത് വലിക്കുന്നത് 2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന തോതിലാണ്. കൂടാതെ ഫുട്ട് ഓഫ് ദ ലേഡർ 4 മീറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ എഴുതാം. ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ. ഡെറിവേറ്റീവ് കാണുമ്പോൾ 2b ഇൻറ്റു ഡി ബി ബൈ ഡി ടി പ്ലസ്
2h ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടേക്കിംഗ് എൽ എസ് എ കോൺസ്റ്റൻറ്റ്, അതുകൊണ്ട് 0. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബി ഇൻറ്റു ഡി ബി ബൈ ഡി ടി പ്ലസ് എച്ച് ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി ഡിവൈഡിങ് ബൈ 2, 0. നമുക്കിവിടെ ആവശ്യം ഹൈറ്റിൽ വരുന്ന ചേഞ്ച്. എച്ച് ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു ഡി ബി ബൈ ഡി ടി. അതായത് ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ബി ബൈ എച്ച് ഇൻറ്റു ഡി ബി ബൈ ഡി ടി. അതിൽ തന്നിരിക്കുന്ന ഡാറ്റ ഡി ബി ബൈ ഡി ടി അത് തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇനി എൽ എന്നുള്ളത് 5ഉം ബി എന്നുള്ളത് 4 ആണെങ്കിൽ എച്ച് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എച്ചിൻ്റെ വാല്യൂ 3 ആയിട്ട് ലഭിക്കുന്നു. അപ്പോൾ നേരിട്ട് വാല്യൂ കൊടുത്താൽ -4/3 ഇൻറ്റു 2. അതായത് ഇവിടെ ഫൈനൽ ആൻസർ വരിക -8/3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന തോതിലാണ് ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്നത്. ഇവിടെ അഡീഷണലായിട്ട് ഈ നെഗറ്റീവ് സൈൻ ഡിനോട്ട് ചെയ്യുന്നത് ബ്രെഡ്ത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്നു. ആ ഡിക്രീസിങ് എന്നുള്ള ഡാറ്റയാണ് ഈ നെഗറ്റീവ് സൈൻ ഡിനോട്ട് ചെയ്യുന്നത് എന്ന് അർത്ഥം. ദെൻ 10ാമത്തെ ചോദ്യം, എഫ് ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നുള്ളത് 1 ഓൺ ടു ആണോ, 1 ബട്ട് നോട്ട് ഓൺ ടു, നോട്ട് 1 നോട്ട് ഓൺ ടു ബട്ട് നോട്ട് 1 ഈ 4 എണ്ണത്തിൽ ഏതാണ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 1 ആണ്. അതുകൊണ്ട് അത് നിർബന്ധമായും 1 ഫംഗ്ഷൻ ആയിരിക്കും. എല്ലാ എലമെൻറ്റിനും പ്രീഇമേജ് ഉണ്ട്, കോഡൊമൈനും റേഞ്ചും ഈക്വലുമാണ്. അതുകൊണ്ട് തന്നെ ഇത് 1 ആൻഡ് ഓൺ ടു, ഓപ്ഷൻ നമ്പർ എ. ദെൻ ഇതിലെ 2ാമത്തെ ചോദ്യം, എഫ് ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇവിടെ കാണാനുള്ളത് എഫ് കോമ്പോസിഷൻ ജി കാണണം, ജി കോമ്പോസിഷൻ എഫും കാണണം. ഇത് ഈക്വൽ ആണോ എന്നാണ് പരിശോധിക്കാനും ഉള്ളത്. ആദ്യം നമുക്ക് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് കണ്ടു നോക്കാം. ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എക്സ് ക്യൂബാണ്. എഫ് ഓഫ് എക്സ് ക്യൂബ്, എഫ് എന്ന് പറഞ്ഞാൽ സൈൻ, എഫ് ഓഫ് എക്സ് സൈൻ എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ക്യൂബ് സൈൻ എക്സ് ക്യൂബ്. ഇനി ഇതിലെ 2ാമത്തെ പാർട്ട് കാണാനുള്ളത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ്, നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. ജി എന്ന് പറഞ്ഞാൽ ഏതാണോ ടേം അതിനെ ക്യൂബ് ചെയ്യുന്നു. സൈൻ എക്സ് ഓൾ ക്യൂബ്, സൈൻ എക്സ് ഓൾ ക്യൂബാണ് സൈൻ ക്യൂബ് എക്സ്. അപ്പോൾ ഒരു വാല്യൂ സൈൻ ക്യൂബ് എക്സും ഒന്ന് സൈൻ എക്സ് ക്യൂബുമാണ്. അപ്പോൾ 2ാമത്തെ പാർട്ടിലെ ആൻസർ നമുക്ക് എഴുതാനുള്ളത് എഫ് കോമ്പോസിഷൻ ജി നോട്ട് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ്. ദെൻ ഇതിലെ അടുത്ത ചോദ്യം. ഇതോടെ 4 മാർക്കിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ എഴുതി കഴിഞ്ഞു. ദെൻ 11ാമത്തെ ചോദ്യത്തിലെ ആദ്യത്തെ, construct a 3/2 matrix whose elements are given by aij equal to I plus 2j all square by 2. 3/2 മാട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം A11 മുതൽ A32 വരെയാണ് കാണാനുള്ളത്. A11
എന്ന് പറഞ്ഞാൽ ഐക്ക് 1 ജെക്ക് 1 കൊടുത്താൽ 1 + 1 ഹോൾ സ്ക്വയർ ബൈ 2. നമുക്ക് ഇങ്ങനെ എഴുതാം 1 + 2 ഹോൾ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 9/2. ദെൻ A12 ആണെങ്കിൽ 1 + 4/2 ഹോൾ സ്ക്വയർ. ന്യൂമറേറ്ററിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ, അതുകൊണ്ട് 25/2. A21 ഐക്ക് 2 ജെക്ക് 1 എന്ന് പറഞ്ഞാൽ 2 + 2 ഇതിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ ബൈ 2. 2 + 2 4 സ്ക്വയർ 16/2. നമുക്ക് 8 എന്ന് എഴുതാം, എന്നിരുന്നാലും ഒന്നിച്ച് ഒരേ മോഡലിൽ എഴുതുന്നു എന്ന് മാത്രം. A22 ആണെങ്കിൽ 2 + 4 ഹോൾ സ്ക്വയർ ബൈ 2 36/2. Then A31 equal to 3 + 2 whole square by 2. Answer 5 square 25/2. Then A32 ഐക്ക് 3 ജെക്ക് 2 കൊടുത്താൽ 3 + 2 × 2 4. 3 + 4 ഹോൾ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 49/2. എല്ലാറ്റിനും ബൈ 2 ഉണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ ആൻസർ എഴുതുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. A ഈക്വൽ ടു ഒരു 1/2 വേണമെങ്കിൽ എല്ലാറ്റിൽ നിന്നും ഒന്ന് പുറത്തെഴുതാവുന്നതാണ്. അപ്പോൾ 9, then 25, 16, 36, 25, 49. ഇങ്ങനെയാണ് എ എന്ന മാട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്തത്. നമ്മളിതിന് എ എന്ന പേര് കൊടുത്തു എന്ന് മാത്രം. ദെൻ ഇതിൽ രണ്ടാമത്തെ പാർട്ട്, ഒരു എ എന്ന വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എ എന്ന മാട്രിക്സ് തന്നിട്ടുണ്ട്. പ്രൂവ് ചെയ്യാനുള്ളത് A² - 5A + 7i = 0 എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് A² ആണ് നാം ആദ്യം കാണുന്നത്. A² എന്ന് പറഞ്ഞാൽ A × A, അല്ലാതെ എ എന്ന മാട്രിക്സിലെ ഓരോ എലമെൻറ്റും സ്ക്വയർ ചെയ്യുക അല്ല എന്നതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. -1 2 ഇതാണ് എ. ഇതിനെ ഇതേ മാട്രിക്സ് കൊണ്ട് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മുഖേന മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 3 9, then 1 × -1 -1. First row into first column, then first row into second column, second row into first column, second row into second column. Second row into second column ആണെങ്കിൽ second rowയിലും second കോളത്തിലുമായി എഴുതുന്നു എന്നർത്ഥം. 3. ഇവിടെ A² കാണുന്നതാണ് നാം കൃത്യമായി കാണേണ്ടത്. A² then -5A + 7i ഇത് 0 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈക്വൽ ടു A² നാം അതുപോലെ എഴുതുന്നു. 8 5 -5 3 -5 × A. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന A 3 1 -1 2 +7 i എന്ന് പറഞ്ഞാൽ 1 0 0 1. ഇത് നാം എക്സ്പാൻഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു 8 ഉണ്ട്, പുറത്തൊരു 7 ഉണ്ട്. 15 -5 × 3 അതും +15 -15 0. ഇവിടെ ഒരു 5 ഉണ്ട്,
മൈനസ് 5 ഇൻറ്റു 1 5 മൈനസ് 5 ഇവിടെ ഒന്നുമില്ല അപ്പോൾ 0. ഇനി മൈനസ് 5 ഇൻറ്റു മൈനസ് 1 പ്ലസ് 0. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 7 ഉണ്ട്, 10 ആണ്. മൈനസ് 5 ഇൻറ്റു 10 മൈനസ് 5 ഇൻറ്റു 2 അതും മൈനസ് 10. അപ്പോൾ ടോട്ടൽ 0. അതായത് നമുക്ക് നേരിട്ട് എഴുതാവുന്നതാണ് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഈക്വൽ ടു 0. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഡിഫറൻഷ്യേറ്റ് log x റേസ്ഡ് ടു cos x വിത്ത് റെസ്പെക്ട് ടു x. ഒരു ഫംഗ്ഷൻ്റെ പവർ മറ്റൊരു ഫംഗ്ഷനായിട്ട് വരുമ്പോഴാണ് നാം ലോഗരിതമിക് ഡെറിവേറ്റീവ് ഉപയോഗിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നതിന് y എന്ന് കൊടുക്കാം. y ഈക്വൽ ടു log x റേസ്ഡ് ടു cos x. രണ്ട് ഭാഗത്തും ലോഗ് കൊടുത്താൽ log y ഈക്വൽ ടു log x റേസ്ഡ് ടു cos x. ലോഗിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം cos x log x. ഇത് log y തന്നെയാണ്. ഡെറിവേറ്റീവ് കാണുമ്പോൾ ഡെറിവേറ്റീവ് log x 1/x, അപ്പോൾ ഡെറിവേറ്റീവ് log y 1/y ഇൻറ്റു ഡെറിവേറ്റീവ് y y1 ഓർ dy/dx. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുമ്പോൾ cos x ഇൻറ്റു ഡെറിവേറ്റീവ് log x 1/log x ഇൻറ്റു ഡെറിവേറ്റീവ് log x 1/x. ദെൻ പ്ലസ് log x into derivative cos x minus sin x equal to cos x by x log x minus sin x ആദ്യം എഴുതിയെന്ന് മാത്രം log x. ഇതാണ് 1/y ഇൻറ്റു y1. നമുക്ക് y1 ഓർ dy/dx ആണ് കാണാനുള്ളത്. y1 ഈക്വൽ ടു y ഇൻറ്റു cos x ബൈ x log x മൈനസ് sin x log x. ഇനി yക്ക് വാല്യൂ കൊടുത്താൽ മതിയായിരിക്കും. log x റേസ്ഡ് ടു cos x ഇൻറ്റു cos x ബൈ x log x മൈനസ് sin x log x. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ y ഈക്വൽ ടു 3 cos log x പ്ലസ് 4 sin log x. ഷോ ദാറ്റ് x സ്ക്വയർ ഇൻറ്റു y2 പ്ലസ് എക്സ് y1 പ്ലസ് y ഈക്വൽ ടു 0. y1 എന്ന് പറഞ്ഞാലും dy/dxും സെയിം ആണ്. അതുപോലെ തന്നെ മറ്റൊരു നൊട്ടേഷനാണ് y2 എന്നുള്ളത് d²y/dx². നമുക്കിവിടെ നേരിട്ട് y1 ഈക്വൽ ടു 3 cos log xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 3 sin log x ഇൻറ്റു ഡെറിവേറ്റീവ് log x 1/x, അതിനാണ് നാം ബൈ x എന്നെഴുതുന്നത്, പ്ലസ് 4 sin log xൻ്റെ ഡെറിവേറ്റീവ് 4 cos log x, ദെൻ ഡെറിവേറ്റീവ് log x 1/x. LCM രണ്ടും x തന്നെയാണ്, അല്ലെങ്കിൽ x കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും x y1 ഈക്വൽ ടു മൈനസ് 3 sin log x പ്ലസ് 4 cos log x. ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുന്നു. ഡെറിവേറ്റീവ് കാണുമ്പോൾ x ഇൻറ്റു ഡെറിവേറ്റീവ് y1 y2 പ്ലസ് y1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x 1 ഈക്വൽ ടു മൈനസ് 3
സൈൻ ലോഗ് എക്സിൻ്റെ കോസ് ലോഗ് എക്സ് ഡെറിവേറ്റീവ് ലോഗ് എക്സ് 1/x മൈനസ് 4 സൈൻ ലോഗ് എക്സ് കോസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ ലോഗ് എക്സ് ഡെറിവേറ്റീവ് ലോഗ് എക്സ് എക്സ് 1/x കംപ്ലീറ്റ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും എക്സ് സ്ക്വയർ y2 പ്ലസ് എക്സ് y1 ഈക്വൽ ടു -1 കോമൺ ആയിട്ട് എടുത്താൽ 3 cos log x പ്ലസ് 4 sin log x. ഈ ബ്രാക്കറ്റിൽ വരുന്ന വാല്യൂ ക്വസ്റ്റ്യൻ ആണ് y തന്നെയാണ്. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ y2 പ്ലസ് എക്സ് y1 ഇതിങ്ങോട്ട് മാറ്റുമ്പോൾ പ്ലസ് y ഈക്വൽ ടു 0. ഇതാണ് എക്സ് സ്ക്വയർ y2 പ്ലസ് എക്സ് y1 പ്ലസ് y ഈക്വൽ ടു 0. ദെൻ 13ാമത്തെ അവസാന ചോദ്യം. ഡിറ്റർമിനൻ്റ് ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. മെയിൻ ഡയഗണലിൻ്റെ പ്രോഡക്റ്റ് മൈനസ് സബ് ഡയഗണലിൻ്റെ പ്രോഡക്റ്റ്. നമുക്ക് ആൻസർ ആയിട്ട് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ മൈനസ് ദെൻ സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. അതായത് ഇതിനെ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ മൈനസ് പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ അതിൻ്റെ ആൻസർ 1. ദെൻ ഇതിൽ രണ്ടാമത്തെ പാർട്ട് ഈ ഭാഗത്തെ അവസാന ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനാണ് മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നു. അതായത് 2x പ്ലസ് 5y ഈക്വൽ ടു 1 3x പ്ലസ് 2y ഈക്വൽ ടു 7. ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ നമുക്ക് ax ഈക്വൽ ടു b എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതാം. ax ഈക്വൽ ടു b. അതിൽ തന്നെ a എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. കോയിഫിഷ്യൻ്റ് മാട്രിക്സ്. അതായത് 2 5 3 2. അതുപോലെ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വേരിയബിളാണ്. കോളം മാട്രിക്സ് ആയിട്ട് എക്സ് വൈ. ദെൻ ക്യാപിറ്റൽ ബി എന്നത് 1 7. നമുക്കറിയാം എ എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ 2x പ്ലസ് 5y ഈക്വൽ ടു 1. ഇനി ഇവിടെ നാം തുടർന്ന് ചെയ്യേണ്ടത് ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് എ 0 വന്നാൽ സൊല്യൂഷൻ ഇല്ല. ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലാണ് സൊല്യൂഷൻ വരുന്നത്. ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് 2 5 3 2. സിംപ്ലിഫൈ ചെയ്താൽ മെയിൻ ഡയഗണൽ 2 ഇൻറ്റു 2 4 3 ഇൻറ്റു 5 15. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടുക -11. അത് 0നോട് ഈക്വൽ അല്ല. അതുകൊണ്ട് സിസ്റ്റം ഹാസ് യുണീക്ക് സൊല്യൂഷൻ. അതായത് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അതിനുവേണ്ടി നമുക്ക് അറിയേണ്ടത് എ ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല അറിയാം. അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ. ഇതാണ് എ ഇൻവേഴ്സ് ഇൻറ്റു മാട്രിക്സ് ബി. അഡ്ജോയിൻറ്റ് കാണാൻ 2/2 ആയതിനാൽ എളുപ്പമാണ്. മെയിൻ ഡയഗണൽ പരസ്പരം മാറ്റുന്നു. 2 2 പരസ്പരം മാറ്റി ബാക്കി വരുന്നതിൻ്റെ സൈൻ മാറ്റും. ഇൻറ്റു അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് നമുക്കറിയാം -1/11. ദെൻ ബി. ബി എന്ന് പറഞ്ഞാൽ 1 7. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ -1/11 ഇൻറ്റു ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്താൽ 2 -35. ദെൻ 2 ഇൻറ്റു 3 -3 ഇൻറ്റു 1 അതായത് -3 പ്ലസ് 14. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ -1/11 ഇൻറ്റു
-33 + 11. നമുക്കിതിനെ എഴുതുമ്പോൾ അതായത് 3 -1 എന്ന് എഴുതാവുന്നതാണ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ കോളം മാട്രിക്സ് എക്സ് വൈ. അതായത് സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു -1. എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു -1. ഇവിടെ സോൾവ് ചെയ്യാൻ 2/2 ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ സോൾവ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.